എല്ലാവർക്കും നമസ്കാരം. JR സിം കേൾക്കുന്നില്ലേ സുരാസ്? കേൾക്കാം. അപ്പൊ ഓക്കെ, താങ്ക് യു സുരാജ് സാർ. എന്നെ നല്ല രീതിയിലേക്ക് പരിചയപ്പെടുത്തി. RCM ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓൾ കേരള പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു സംസാരിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നത്. RCMലേക്ക് ഞാൻ വന്നിട്ട് ഏതാണ്ട് ഒരു 3 വർഷത്തോളായി. എൻ്റെ പേര് സുഭാഷ്, വീട് പുത്തഞ്ചിറയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പിടിക്ക് അടുത്തുള്ള പുത്തഞ്ചിറയിലാണ്. RCM എന്ന ഈ നന്മ എന്നെ പരിചയപ്പെടുത്തിയത് സുരാജ് സാറാണ്, സുമ മേഡമാണ്. അവർ ഏറെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ജീവിതത്തിനൊരു കാഴ്ചപ്പാടുണ്ടായത് ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷമാണ്. തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കണമെന്ന ആഗ്രഹം പലർക്കും ഉണ്ടെങ്കിലും, എനിക്ക് അതുപോലെ തന്നെ വിജയിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിലും വിജയിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് പറ്റിയ എല്ലാവരുടെയും പ്ലാറ്റ്ഫോമാണ് നമുക്ക് RCM. തീർച്ചയായിട്ടും ഈ മാസം നമ്മുടെ ഓരോ അച്ചീവ്മെന്റുകൾ, ഈ മാസം നമുക്ക് ഓരോ പിൻ ലെവലുകൾ നമുക്ക് മാറേണ്ട ഒരു മാസം തന്നെയാണ്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒഴുകിയിരിക്കുന്ന ഒരു സമയം കൂടി തന്നെയാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ആദ്യം വത്സമയുടെ നമുക്ക് 2 വാക്ക് നമുക്ക് സംസാരിക്കാം. അതിനുശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. JR സിം. അപ്പൊ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് വത്സ സുഭാഷ്, വീട് സുഭാഷ് സാറ് പറഞ്ഞു പുത്തഞ്ചിറയിലാണ്. ഏറെ സന്തോഷം, കാരണം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ RCMലേക്ക് വന്നത്. അപ്പൊ RCMൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ ആരോഗ്യം കിട്ടി. ഈ ആരോഗ്യത്തോടൊപ്പം ഞങ്ങൾക്ക് ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ നല്ലൊരു കാഴ്ചപ്പാടും ഞങ്ങളുടെ ജീവിതത്തിന് ലഭിച്ചു. ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടു കൂടി, കാരണം RCMലേക്ക് വന്ന സന്തോഷം കിട്ടുമെന്ന് പറയുന്നത് സത്യമാണ്. അത് അതിലൂടെ ജീവിക്കണം. RCMലൂടെ ജീവിച്ചാൽ മാത്രം നമുക്ക് ജീവിച്ചാൽ മതി, നമ്മുടെ സന്തോഷവും എല്ലാം നമുക്ക് താനെ വന്നോളും. അപ്പൊ ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഞാനൊരു പാർട്ട് ടൈം ആയിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന കൂടിയുണ്ട്. പക്ഷെ ആ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഞാൻ എൻ്റെ RCMന്റെ പ്രോഡക്റ്റുകൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ പരിചയപ്പെടുത്തും. അവരോടെല്ലാവരോടും ഞാൻ ഇതുപോലെ തന്നെ ആരോഗ്യം തന്നെയാണ് ഞാൻ പറയുന്നത് ആദ്യം. കാരണം ഇന്ന് മെഡിക്കൽ മേഖല ഭയങ്കരമായിട്ട്, അതായത് എല്ലാവരും അസുഖങ്ങളിലേക്ക് കൂപ്പുകുത്തുകയാണ്. അപ്പൊ അതില്ലാതിരിക്കാൻ ഞാൻ ഇതിന്റെ ഒരു വശം കൂടി ഞാൻ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് എല്ലാവരോടും ഞാൻ പറയും. നമ്മുടെ ഇന്റിമേറ്റ് വാഷ്, അതുപോലെ തന്നെ പാഡുകൾ, പഞ്ചതുളസി, അതെല്ലാം ഞാൻ അവർക്ക് പ്രൊമോട്ട് ചെയ്യും, കൊടുക്കും. അതിലൂടെ എനിക്ക് ജോയിനിങ്ങും ലഭിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഞാൻ എൻ്റെ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുകയാണെങ്കിൽ തന്നെയും, വൈകിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ തന്നെയും ആ സമയം പോലും ഞാൻ RCMനെ കൈവിടാറില്ല. അത് ഞാൻ ഒരാളോടെങ്കിലും ഞാൻ ഒരു ദിവസം ഞാൻ പറഞ്ഞിരിക്കും. അപ്പൊ അത്തരത്തിൽ ഞാൻ ഇതിലൂടെ ഈ RCMലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ശ്വാസമുട്ടായിരുന്നു. കാരണം ശ്വാസമുട്ട് വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. അത് എൻ്റെ ഈ ജീവനുള്ള RCMൽ ഞാൻ ഹൃദയത്തോട് ചേർക്കുകയാണ്. എൻ്റെ RCMലെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അത് എനിക്ക് മുഴുവനായിട്ട് മാറി കിട്ടി എന്ന് എല്ലാവരോടും എനിക്ക് വെട്ടി തുറന്ന് പറയാനായിട്ട് സാധിക്കും. അത്ര സന്തോഷമാണ് എനിക്ക് RCMലെ പ്രോഡക്റ്റുകൾ. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ മാർച്ച് മാസം അച്ചീവ്മെന്റ് മാസമാണെങ്കിൽ കൂടിയും നമ്മുടെ ഈ ജീവനുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മതി, നമുക്ക് വിജയം താനെ വരും. അപ്പൊ എല്ലാവർക്കും ഈ മാർച്ച് മാസം നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. JR സിം, ഗുഡ് RCM. ഓക്കെ. അപ്പോ തീർച്ചയായിട്ടും RCMലൂടെ നമുക്ക് വിജയിക്കാനായിട്ട് വളരെ സാധിക്കും. നമ്മൾ അതൊന്ന് നന്നായിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രം മതി. ഒരു 3 വർഷത്തോളമായി ഞാൻ RCMലേക്ക് വരുന്നത്. നേരത്തെ സുരാജ് സാർ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. RCMനെ പരിചയപ്പെടാനായിട്ട് ഒരു 2016 ഈ പറഞ്ഞ പോലെ ഗിരീഷ് സാറിന്റെ ക്ലാസ് എൻ്റെ വീടിന്റെ പരിസരത്ത് ഉണ്ടായിരുന്നെങ്കിലും ആ 2016 ആ ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നില്ല. വത്സമേഡമായിരുന്നു പങ്കെടുത്തിരുന്നത്. അന്ന് ഈ RCMനെ കുറിച്ച് പറഞ്ഞു എങ്കിലും ഞാനത് കാര്യമായിട്ട് ഞാൻ അതിനെ ഏറ്റെടുത്തിരുന്നില്ല. പക്ഷേ ഞങ്ങള് ഒരു ജീവിതത്തിൽ വിജയിക്കണമെന്ന ആഗ്രഹം വളരെ കാലങ്ങളായിട്ട്, അതായത് ഞാൻ ഒരു ബേസിക്കലി ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അതുപോലെ തന്നെ ഗൾഫിലേക്ക് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ കൃഷിയായിരുന്നു മറ്റൊരു തൊഴിലായിട്ട് സ്വീകരിച്ചിരുന്നത്.
അപ്പൊ ഈ മേഖലയിലൊക്കെ ഞാൻ പണിയെടുത്തിട്ടുണ്ടെങ്കിലും ആ മേഖലയിലൊന്നും നമുക്ക് വേണ്ടത്ര രീതിയിലേക്ക് നമുക്ക് ജീവിതത്തിന് വിജയം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പൊ അന്ന് തന്നെ ജീവിതത്തിന് നല്ല രീതിയിലേക്ക് ജീവിതത്തിനെ ഉയർത്തി കൊണ്ടുവരണം എന്നൊരു കാഴ്ചപ്പാടും എനിക്ക് അന്ന് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു എക്സ്ട്രാ വരുമാനം വേണ്ടി നേടണം എന്നുള്ളൊരു വാശി അന്ന് തുടങ്ങി ഉണ്ടായിരുന്നു. അപ്പൊ എക്സ്ട്രാ വരുമാനം നേടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങൾ ഒരു സോപ്പ് പൊടി, അതുപോലെ തന്നെ കുറെ ഐറ്റം, ഒരു 10-20 ഐറ്റംസ് ഞങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു പരിപാടി, ഒരു സൈഡ് വരുമാനം എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയോടൊപ്പം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു ആ സമയത്ത്. അപ്പൊ നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോ എന്തുണ്ടാക്കിയാലും നമ്മുടെ നാട്ടുകാര് നമ്മൾക്ക് കുറച്ച് നാൾ അവര് ആ സാധനങ്ങളെ വാങ്ങുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സാധനങ്ങളൊന്നും അവർ വാങ്ങില്ല. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ സോപ്പ് പൊടി മാത്രം പോരാ, മറ്റുള്ള സാധനങ്ങൾ പോരാ, അതിനെ കൂടെ നമുക്കൊരു മല്ലും മുളക് സാധനങ്ങളൊക്കെ അതിൽ കൂടി ഉൾപ്പെടുത്തിയാൽ എങ്ങനെയായിരിക്കും എന്നൊരു ചിന്താഗതിയാണ് ഞങ്ങളെ ആർസിമിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള കാരണമായിട്ട്. അങ്ങനെ അപ്പൊ മല്ലും മുളക് ഞങ്ങള് പൊടിപ്പിച്ച് കൊടുക്കാനായിട്ടുള്ള തീരുമാനം എടുത്തപ്പോൾ അതൊരു കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് ലാഭകരമായിട്ട് തോന്നിയില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നി ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റുകൾ നല്ലതാണ്. അപ്പൊ ആർസിഎം 2016 ഇവിടെ എന്റെ വീടിന്റെ അരിയത്ത് ഗിരീഷ് സാറ് വന്നതിന് ശേഷം അവിടെ ഒരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിംഗ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങളുടെ എന്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വീട്ടിൽ ആർസിഎമ്മിന്റെ ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ അവിടെ വിൽക്കുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷെ അവരതൊരു 2 വർഷം മാത്രമാണ് അത് കൊണ്ടു നടന്നത്. 1 വർഷത്തോളമാണ്, അല്ലെങ്കിൽ 1-2 വർഷമാണ് അവര് അത് കൊണ്ടു നടന്നിരുന്നത്. പക്ഷെ അത് അവര് നിർത്തിപ്പോയിരുന്നു. എന്നിരുന്നാൽ ആ ഉൽപ്പന്നങ്ങള് വളരെ നല്ലതാണെന്ന് എനിക്ക് അന്ന് തന്നെ ബോധ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചത് നമുക്ക് ഈ ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റുകളൊന്നും കൂടി, അല്ലെങ്കിൽ ഉപ്പും മുളക് അല്ല മറ്റേ മുളകും മല്ലും നമുക്ക് ആർസിഎമ്മിന്റെ വിൽക്കാം എന്നുള്ള രീതിയിലേക്ക് ഞാൻ സുമാ മേഡത്തിനെയാണ് സമീപിച്ചത്. സുമാ മേഡത്തിനെ സമീപിച്ചു കഴിഞ്ഞപ്പോ സുമാ മേഡം പറഞ്ഞു, നമുക്കൊരു ക്ലാസ് ഉണ്ട് കൊമ്പടി ന്യായവാക്കിൽ, ആ ക്ലാസ്സിൽ ഒന്ന് കേട്ടതിന് ശേഷം സുഭാഷ് എന്താ വേണമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് കൊമ്പടി ന്യായവാക്കൽ ഓഫീസിലേക്ക്, അല്ല കൊമ്പടി ന്യായവാക്കലിൽ ഒരു ഹാളിൽ വെച്ചിട്ട് ഒരു ക്ലാസ് അന്ന് അവിടെ ഉണ്ടായി. അന്ന് അവിടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഗിരീഷ് സാർ ആയിരുന്നു അന്ന് ക്ലാസ് എടുക്കാനായിട്ട് വന്നത്. അപ്പൊ ആ ക്ലാസ്സിൽ വെച്ച് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ പോഷണങ്ങളുടെ കുറവ് കൊണ്ടാണ് നമുക്ക് 70% ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് വരുന്നത് എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞു. അപ്പോ ഇത് നമുക്ക് വളരെ മനസ്സിൽ കൊണ്ടു. അത് തന്നെയല്ല, അന്നത്തെ ഒരു ബിസിനസ് ക്ലാസ് നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ഗിരീഷ് സാർ അന്ന് അത്രയും ലളിതമായിട്ടാണ് ആ ബിസിനസ്സിനെ അവിടെ ആ രീതിയിലേക്ക് പറഞ്ഞത്. അപ്പൊ ആ ബിസിനസ് ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ പോഷണങ്ങളാണ് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കാണെങ്കിൽ ഒരു 27 വയസ്സ് തുടങ്ങിയുള്ള ഒരു ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഈ ഡിസ്കിന് കംപ്ലൈന്റ് വന്നോട് കൂടിയിട്ടാണ് നമ്മുടെ പണി കാര്യങ്ങളിലെല്ലാം വളരെ പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു സമയത്തായതുകൊണ്ട് ഞാൻ ഈ പ്രൊഡക്റ്റുകളെ ഒന്ന് പരീക്ഷിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ആ പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ജോയിൻ ചെയ്ത് ആ പ്രൊഡക്റ്റുകളാണ് ഉപയോഗിച്ച് തുടങ്ങിയത്. ആ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു 3 മാസം ഉപയോഗത്തിന് ശേഷം എനിക്ക് എൻ്റെ ആ ഡിസ്കിന്റെ കംപ്ലൈന്റ് എനിക്ക് മാറി കിട്ടി എന്നുള്ളതാണ്. അപ്പൊ എനിക്കിത് ഭയങ്കരമായ ഒരു അതിശയമായിട്ട് തോന്നി. കാരണം ഞാൻ 27 വയസ്സ് തുടങ്ങി നമ്മുടെ ഡിസ്കിന് കംപ്ലൈന്റിന് അലോപ്പതി, ആയുർവേദം, അതുപോലെ തന്നെ ഹോമിയോ, ഒറ്റമൂലി, ഇതൊക്കെ നമ്മൾ ചികിത്സിച്ചിട്ടുണ്ട്. പക്ഷെ അത് മാറാത്ത ഒരു സാധനം, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ മാറ്റം കിട്ടിയപ്പോ എൻ്റെ ഉള്ളില് ഭയങ്കരമായ ഒരു ആകാംക്ഷ, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു കടമ അല്ലെങ്കിൽ ഒരു നിയോഗമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത് ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പൊ ഒരു വർഷക്കാലം ഈ ആർസിഎമ്മിന്റെ ഈ പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ വത്സമേടമാണ് ഇത് നാട്ടിൽ അയൽവക്കാർക്കും മറ്റെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞങ്ങൾ കമ്പനി കാണാനായിട്ട് തീരുമാനിച്ചു. കമ്പനി കണ്ടതോട് കൂടിയിട്ടാണ് എനിക്ക് ആർസിഎമ്മിന്റെ ഒരു വിഷൻ നമുക്ക് ക്ലിയർ ആയി. ഈ കമ്പനി ഇന്ന് വന്ന് നാളെ പോകുന്ന ഒരു കമ്പനിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇത് വലിയൊരു കമ്പനിയാണ്. ഇനി കമ്പനിയുടെ ഓരോ വളർച്ചയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കമ്പനിയുടെ MD-നെ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമായിട്ട് പോകുന്നുണ്ടപ്പോ ഇത് ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ചു. ഞാനപ്പോ കൃഷിപ്പണിയും മറ്റും എല്ലാ പരിപാടികളും നിർത്തിയതുകൊണ്ട് ഞാനത് ഏറ്റെടുക്കാനായിട്ടാണ് തീരുമാനിച്ചത്. അപ്പൊ അങ്ങനെ ഞാൻ ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ തുടക്കം എല്ലാം അവസാനിപ്പിച്ചുകൊണ്ടാണല്ലോ നമുക്ക് ആർസിഎമ്മിലേക്ക് കടന്നു വരുമ്പോൾ പല പ്രതിസന്ധികളാണ് നമുക്ക് നേരിടുക, അല്ലെ? എല്ലാവർക്കും പല പ്രതിസന്ധി. അത് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നമുക്ക് സെയിൽ എന്ന് പറയുന്ന കടമ്പ. ആർസിഎം ബിസിനസ്സിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ഇട്ടുകൊണ്ട് പോകുന്ന ഒരു മേഖലയാണ് സെയിൽ എന്ന് പറയുന്ന ഒരു കടമ്പ കടക്കുക എന്ന് പറയും. കാര്യം നമ്മുടെ ലീഡർമാർ പറയും, നിങ്ങൾക്ക് എല്ലാ കാലവും നമുക്ക് സെയിൽ ചെയ്യേണ്ടതില്ല,
നമ്മൾ ഒരു വർഷം 1-2 വർഷം മാത്രം സെയിൽ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഈ 1-2 വർഷം നമുക്ക് കടന്നു പോകണമെങ്കിൽ അതിന്റെ സ്കില്ല് പഠിച്ചെടുത്തേ പറ്റൂ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആദ്യം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് ഏതാണ്ട് ഒരു 4-5 വാർഡുകളിൽ ഒരു ഏതാണ്ട് 100-300ഓളം വീടുകളിലേക്ക് ഞാനിത് ഈ ഉൽപ്പന്നങ്ങൾ കയറി ഇറങ്ങിയ ആളുകളോട് പറയാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ കയറി ഓരോ വീടുകളിലേക്ക് ഞങ്ങൾ കയറി ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എത്തി അപ്പോഴാണ് മനസ്സിലായത് അവർ ഒരു പ്രാവശ്യം മാത്രമാണ് ഈ ഉൽപ്പന്നങ്ങൾ 1-2 പ്രാവശ്യം വാങ്ങിക്കുന്ന സ്ഥിതി മാത്രമാണ് ഉണ്ടായത്. അപ്പൊ 1-2 സ്ഥിതി മാത്രമായിട്ട് ഉണ്ടായിരുന്ന ഈ ഇതിൽ നിന്ന് നമുക്ക് അപ്പൊ പ്രതിസന്ധിയായി. ഇത് വിൽപ്പന നടത്തണമല്ലോ നമുക്ക്. അപ്പൊ ആ വിൽപ്പന നടത്തണമെങ്കിൽ നമുക്ക് ഇനി നമ്മളെ അറിയാത്ത മേഖലയിലേക്ക് നമുക്ക് കടക്കണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അങ്ങനെ ഞങ്ങൾ പുറത്ത് സെയിൽ ചെയ്യാനായിട്ട് തുടങ്ങി. പുറത്ത് സെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് മനസ്സിലായി തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാല് ആളുകളോട് ഇത് എങ്ങനെ പറയണം എന്നുള്ള വളരെ ഏറെ പ്രശ്നങ്ങൾ നമുക്ക് വരും. അപ്പോ ഒരു പ്രദേശം ഞാൻ ആദ്യം തന്നെ തെരഞ്ഞെടുത്തു. ആ പ്രദേശത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും അതിരാവിലെ ഞങ്ങൾ ഒരു 9 മണിയോട് കൂടിയിട്ട് ആ പ്രദേശത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഒരു 3 മാസം ഒരു 10-50ഓളം വീടുകളിൽ 3 മാസം കയറി ഇറങ്ങിയിട്ട് പോലും ഒരു 2 പേസ്റ്റ് ഒരു 3 സോപ്പ് മാത്രമാണ് അവിടെ വിൽക്കാനായിട്ട് കഴിഞ്ഞത് എന്ന് പറഞ്ഞത്. ആ ഒരു കാര്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലായത് ഇങ്ങനെ പോയാൽ നമുക്ക് ശരിയാവില്ല എന്നും ഇതിന്റെ സെയിലിന്റെ സ്കില്ല് തന്നെ പറഞ്ഞ് ഇട്ടേ മതിയാവും എന്നുള്ളൊരു വാശി നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് വാശി വേണം, എന്നാലേ പറ്റുള്ളൂ. അപ്പൊ എനിക്കതൊരു വാശിയായിട്ടുള്ളത് ഇത് ചെയ്യും ആളുകൾ. കാരണം എത്ര ആളുകൾ ഈ സെയിൽ എന്നുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നു, അവരെല്ലാം ഈ സ്കില്ല് പഠിച്ചെടുത്തിട്ടാണ്. നമ്മൾ തോൽക്കാനായിട്ട് തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വാക്കുകളിൽ മാറ്റം വരുത്താനായിട്ട് തീരുമാനിച്ചു. നമ്മൾ ആദ്യം സെയിലിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളായിരിക്കും അവരോട് പറയും, A to Z കാര്യങ്ങൾ പറയും ആർസിന്റെ. അതിനെല്ലാം കുറച്ച് കൊണ്ടുവന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളും പറഞ്ഞ് അവരെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിച്ചും ആയിട്ട് നമ്മുടെ സെയിൽ എന്നുള്ളൊരു മേഖലയെ ഞാൻ പതുക്കെ കീഴടക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ പുതിയൊരു സ്ഥലത്തേക്ക് പോയി. അങ്ങനെ ഒരു 10-25 വീട്ടിലേക്ക് വരുമ്പോൾ 3-5 വീടുകളിലേക്ക് ഇത് വാങ്ങുന്ന രീതിയിലേക്ക് വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ സെയിലിന്റെ സ്കില്ല് എനിക്ക് കൂടി വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ സെയിൽ സ്കില്ലിനെ ഒരു ആവറേജിലേക്ക് കൊണ്ടുവരാനായിട്ട് തുടങ്ങി. അതായത് 10 വീട്ടിലേക്ക് കയറിയാൽ 5 വീടെങ്കിലും വാങ്ങിക്കാവുന്ന രീതിയിലേക്ക് നമ്മുടെ സ്കില്ലിനെ കൂട്ടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു പറയാനായിട്ട് തുടങ്ങിയപ്പോഴാണ് സെയിൽ വളരെ ഹരമായിട്ട് മാറിയത്. അപ്പൊ സെയിൽ നമുക്ക് ഹരമായിട്ട് മാറിയപ്പോൾ അതിന് വളരെ നല്ലൊരു ഒരു പാറ്റേണിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അതായത് ഒരു 25 വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ അതിന്റെ എല്ലാ ഡീറ്റെയിലും എഴുതി വെക്കാനായിട്ട് തീരുമാനിച്ചു. ഒന്നാമത്തിൽ ഒരു ചാർട്ടിങ് കൊണ്ടുവന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കലണ്ടറിനെ ഞാൻ 3 ആക്കി അതിന് ബാധിച്ചു. നമ്മുടെ മാസത്തിന് 30 ദിവസത്തിന് 3 ആയിട്ട്, അതായത് 1 മുതൽ 10, 11 മുതൽ 20, 21 മുതൽ 30 എങ്ങനെ ചാർട്ട് ചെയ്തു. അങ്ങനെ ഓരോ ദിവസം പോകുന്ന വീടുകളിലേക്ക് 10-ാം തീയതി എന്നുള്ളൊരു ദിവസത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നു. അതായത് 10 ദിവസത്തിനുള്ളിൽ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലാവുന്ന രൂപത്തിലേക്ക് ഞാനൊന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെയാണ് നമുക്കൊരു ടീമിനെ ഡെവലപ്മെന്റ് ചെയ്തത്. വളരെ കണ്ണിങ് ആയിട്ട് അവരുടെ എല്ലാ ഡീറ്റെയിലും ആദ്യത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ ഞാൻ അവരുടെ ഈ ഉൽപ്പന്നങ്ങൾ വളരെ കുറച്ച് ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവരുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ആ വീട്ടുകാർ നമ്മുടെ കയ്യിൽ നിന്ന് പോകാത്ത രൂപത്തിലുള്ള അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കേൾക്കുന്ന രൂപത്തിലേക്ക്, അവരൊന്ന് സൊല്യൂഷൻ കൊടുക്കുന്ന രൂപത്തിലേക്ക് എല്ലാ കാര്യങ്ങളും വളരെ കണ്ണിങ് ആയിട്ട് ചെയ്തു തുടങ്ങിയപ്പോഴാണ് നമുക്കൊരു ടീം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വന്നത്. അപ്പൊ ടീമായി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സ്കില്ലുകളാണ് നമുക്ക് ഇതിലുള്ളത്. നമുക്ക് ആർസിഎം ബിസിനസ്സിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഇത് വല്ലോണം നമുക്ക് 5000 PV തികയ്ക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒരു 10000 PV തികയ്ക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു വർക്കായിട്ട് ഏറ്റെടുക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആർസിഎം ബിസിനസ്സിലേക്ക് നമ്മൾ തുടക്കത്തിലെ തുടങ്ങി പരാജയപ്പെടുന്ന രീതിയിലേക്ക് വരുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മുടെ സ്കില്ലുകളെ കൂട്ടിക്കൊണ്ട് നമുക്ക് നല്ലൊരു കപ്പാസിറ്റി, എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനി ഈ രീതിയിലേക്ക് സെയിൽ ചെയ്യണമെന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സെയിൽ ചെയ്യണമെന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ആർസിഎം ബിസിനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യണം എന്ന് പറയുന്നത് കാരണം ഇതൊരു ടീമിന്റെ ഡെവലപ്മെന്റ് ബിസിനസ് ആണ്. ടീം നമുക്ക് ഡെവലപ്മെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടീമിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ആളുകളെ മാനേജ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും ഡോക്ടർ രാജൻ സാർ പറയുന്ന പോലെ ഇതിൽ കരടികൾ വരും, പുലികൾ വരും, സിംഹങ്ങൾ വരും നമ്മുടെ ടീമിലേക്ക്. ഇവരെ എല്ലാവരെയും മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് കഴിവുണ്ടാവണമെങ്കിൽ നമുക്ക് ആളുകളെ നമ്മുടെ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. അതിന് സെയിലിന് മാത്രമേ നമുക്ക് ആ ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ആ സെയിലിലൂടെ ആളുകളുടെ ഒബ്ജക്ഷൻ പല രീതി അവിടെ നിന്ന് എവിടെ നിന്ന് കിട്ടുന്നു, അല്ലെങ്കിൽ ഇത് വെച്ച് ചൊറിച്ചിലുണ്ടാവോ, അതുണ്ടാവോ, ഇതുണ്ടാവോ എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടമാനം നേരിടേണ്ടി വരും. ഇത് ഒരു വർഷക്കാലം നമ്മൾ ഇതിങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരാള് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എങ്ങനെയാണ് മറുപടി പറയേണ്ടതെന്ന് നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് പറയണമെങ്കിൽ നമ്മൾ സെയിലില് അതിൽ പ്രാഗൽഭ്യം തെളിപ്പിക്കണം. നമ്മൾ അതിൽ ഇറങ്ങിത്തിരിക്കണം. ആളുകൾ പലതും പറയും, നമ്മളെ ആളുകൾ കളിയാക്കും, പുച്ഛിക്കും, ചീത്ത പറയും, നിനക്ക് ഇതൊക്കെ പറ്റുമോ, നിനക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ. ഇത് ആദ്യമായിട്ട് ഞങ്ങൾ ഇതൊക്കെ സെയിലിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ ഞങ്ങളെ കളിയാക്കി. വത്സമേടൊക്കെ കരഞ്ഞു വന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്, സമയം ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് ഇതിന് നടക്കണേ എന്നുള്ള രീതിയിലേക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മൾക്ക് മറികടക്കാനായിട്ട് നമുക്ക് കഴിയണം. മറികടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വിഷയം നമ്മൾക്കുണ്ട്. കാരണം ആർസിഎമ്മിലൂടെ നമുക്ക് പൈസ വെച്ചുകൊണ്ടല്ല നമ്മൾ പൈസക്കാരനാവുന്നത്, നമ്മുടെ സ്കില്ലുകൾ വെച്ചിട്ട് കൊണ്ടാണ് നമ്മൾ. അപ്പൊ സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കുന്ന പണിയാണ് ആർസിഎമ്മിലേക്ക്. അതാണ് ആർസിഎമ്മിലേക്ക് ഒരു വർഷം നിങ്ങൾ ഇതിനെ പഠിക്കാനായിട്ട് തയ്യാറാവണമെന്ന് നമ്മുടെ ലീഡർമാര് നമ്മളോട് പറയുന്നത്. അപ്പൊ അതനുസരിച്ചുള്ള ഒരു പഠനമാണ് നമുക്ക് ഒരു വർഷക്കാലം. എല്ലാ മീറ്റിങ്ങിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരുന്നു, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മീറ്റിങ്ങിലേക്കും, എല്ലാ ലീഡർമാരുടെ മീറ്റിങ്ങിലേക്ക് ഞാൻ പോയി അറിവുകൾ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോ നമുക്ക് അങ്ങനെയാണ് നമുക്കൊരു ടീമിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ടീമിനെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വേണ്ടത്. ഒരു ടീമായി അതുവരെ ടീമിന് ഉണ്ടാകണം. ഒരാള് മാത്രം വന്നതുകൊണ്ട് മാത്രം നമുക്ക് ടീം ആവില്ല. ടീമിലേക്ക് 2-3 പേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടീമിന്റെ പരിപാടികളിലേക്ക് നമുക്ക് ഒന്നോ 2 പേര് വന്നാലും നമുക്ക് ടീമിനെ അവരെ ഡെവലപ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ എന്നാലും ആ ടീമിലേക്ക് കൂടുതൽ ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന പണിയും കൂടി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാലാണ് നമ്മളുടെ ടീം വലുതാവുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നമുക്കൊരു ടീമായി, അങ്ങനെ ഒരു ടീമിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് ഏറ്റവും എന്നെ ഈ ആർസിഎം ബിസിനസ്സിലേക്ക് ഇത്രയും നല്ലൊരു മനസ്സിന് അല്ലെങ്കിൽ ഒരു മെന്റാലിറ്റിക്ക് ഉടമയാക്കി മാറ്റിയത് കൊമ്പിടിഞ്ഞാമക്കൽ ടീമിൽ അല്ലെങ്കിൽ അവിടെ ഓഫീസിൽ നടന്ന ട്രെയിനിങ്ങുകളും അതുപോലെ തന്നെ സജീവ് സാറ്, ബിജു സാറ് അടക്കമുള്ള നിരവധി ലീഡർമാരുടെ കീഴിൽ തുടക്കം മുതൽ തന്നെ എനിക്ക് അഭ്യസിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കൂടാതെ നമ്മുടെ സ്കില്ലിന്റെ അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക് ഗുരുവായിട്ടുള്ള നമ്മുടെ സുരാജ് സാർ എന്റെ ലീഡറായി വന്നു. നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നിരവധി അവസരം, നമുക്ക് അതിന് മാത്രം ലീഡർമാർ നമ്മുടെ കൂടെയുണ്ട്. അവരുടെ കീഴിൽ നമുക്ക് അഭ്യസിക്കാനായിട്ട് നമുക്ക് തുടക്കത്തിൽ നമ്മൾ കഴിയണം. അപ്പൊ തുടക്കം നമ്മൾ സെയില് മാത്രത്തിൽ വിറ്റ് തീർക്കുന്നതിലല്ല ശ്രദ്ധ വേണ്ടത്. എന്നാൽ തീർക്കണം, വിൽക്കുന്നതോടൊപ്പം നമുക്ക് നമ്മുടെ സ്കില്ലുകളെയും കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് നമുക്ക് തയ്യാറാണ്. അപ്പൊ അങ്ങനെ ടീം വന്നു തുടങ്ങിയപ്പോ സജീവ് സാറാണ് പറഞ്ഞത്, നിങ്ങളുടെ താഴെ ഒരാൾ ബിസിനസ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലീഡറായിട്ട് മാറണം എന്ന് പറഞ്ഞു. അപ്പൊ ലീഡറായിട്ട് മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്ത ഒരു ബോർഡ് ഞങ്ങൾക്ക് വാങ്ങിച്ചു. ആ ബോർഡ് വാങ്ങിച്ച് എന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് എന്റെ അയൽപക്കത്ത് ഈ ബിസിനസ്സിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ 2-3 പേരെ വെച്ചുകൊണ്ട് ഞാൻ മാർക്കറ്റിംഗ് പ്ലാനും കമ്പനി പ്രൊഫൈൽ ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് സഹായമായിട്ട് എന്റെ ലീഡർമാരെല്ലാവരും അവിടേക്ക് വിളിച്ചു വരുത്തി. അപ്പൊ അവര് വരുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് മുഴുവൻ അവർ പറഞ്ഞു തന്നു. അങ്ങനെ നമുക്ക് ഒരു ലീഡർഷിപ്പിലേക്ക് ഞാൻ പതിയെ നമുക്ക് ഒരു ക്ലാസ് എടുക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ പതിയെ മാറുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശിഷ്യന്മാരുള്ള ഒരു മേഖല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ശിഷ്യന്മാരുള്ള ഒരു മേഖല എന്ന് പറഞ്ഞാൽ അധ്യാപനത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശിഷ്യന്മാർ കിട്ടുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ ബിസിനസ്സിലേക്ക് നമുക്ക് ആളുകളെയാണ് ആവശ്യം. നമ്മുടെ ഈ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ അധ്യാപനം ചെയ്താൽ മതി, നമ്മൾ പഠിപ്പിച്ചാൽ മതി. തീർച്ചയായിട്ടും വരുന്ന ആളുകളെ മുഴുവനായിട്ട് പഠിപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ എന്തായി, നമുക്ക് ശിഷ്യന്മാരുടെ എണ്ണം കൂട്ടി ഈ ബിസിനസ് നമുക്ക് നല്ല രീതിയിലേക്ക് നമുക്ക് വളർത്താനായിട്ട് പറ്റും. അതിന് പറ്റിയൊരു മെന്റാലിറ്റി, ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഈ ബിസിനസ്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് മൈൻഡ് സെറ്റ് എന്നുള്ള രീതിയിൽ.
അപ്പോ മൈൻഡ് സെറ്റ് കറക്റ്റ് ആയതുകൊണ്ട് കറക്റ്റ് ആക്കിക്കൊണ്ട് നമ്മളുടെ ഈ ആളുകളെ ഒരു ടീമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ ചെയ്തത് എന്ന് പറയുന്നത്, നമ്മൾ അവരെ മുഴുവനായിട്ട് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി പിടിച്ചു കെട്ടുകയാണ് ചെയ്യുന്നത്. സിസ്റ്റത്തിലേക്ക് അവരെ കൊണ്ടുവരണം. നമ്മളും സിസ്റ്റത്തിൽ നിൽക്കുക, വരുന്നവരെ സിസ്റ്റത്തിലൂടെ ഫോളോ അപ്പിലൂടെ അവരെ കടത്തി വിടുക. നമ്മൾ സിസ്റ്റം ചെയ്യാന്ന് പറഞ്ഞ എന്താണ്? 6 ബേസിക്, 8 കോർ സ്റ്റെപ്പ്, 7 കാർഡിനൽ റൂൾസ്. ഇതാണല്ലോ നമ്മുടെ സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. ആദ്യം തന്നെ നമ്മൾ പഠിക്കണം, എന്നിട്ട് വേണം ബാക്കി വരുന്നവരെ മുഴുവനായിട്ടും അതിൽ നിർത്താനായിട്ട് സാധിക്കും. അതിനാണ് നമുക്ക് ഡയമണ്ട് ക്ലബ് എന്നുള്ള രീതിയിലേക്ക് നമ്മളോട് പറയുന്നത്. സിസ്റ്റത്തിൽ ആദ്യം പറയുന്നത് 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡിസ്പ്ലേ ആൻഡ് ഷെയർ. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്ന ആളുകളെ മുഴുവനായിട്ടും ഹോം ഷോപ്പ് തുടങ്ങിയതിന് ശേഷം മാത്രമാണ് അവരെ കൊണ്ട് ബിസിനസ് ചെയ്യിക്കാൻ പാടുള്ളൂ, അവരെ കൊണ്ട് വിൽപ്പന നടത്താൻ പാടുള്ളൂ. അപ്പൊ നമ്മൾക്ക് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഒരാൾ നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഹോം ഷോപ്പ് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? അവിടെ തൊട്ട അയൽവക്കത്തുള്ള ആളുകളെല്ലാം വിളിച്ചു ചേർത്ത് അവിടെ ഒരു മീറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് സെയിൽ നടക്കും. ആ സെയിലിൽ നിന്ന് അവർ കാണുമ്പോഴാണ് അവർക്ക് ഒരു വിൽപ്പന ഈസി ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഹോം ഷോപ്പ് തുടങ്ങാതെ ഒരാളെയും നമ്മൾ ബിസിനസ്സിലേക്ക് ഇറക്കാറില്ല. അപ്പൊ അവര് ഹോം ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു, അവർ ബിസിനസ്സിലേക്ക് അവർ ഇറങ്ങി, അവർ പതുക്കെ സെയിലിലേക്കും കൂടി നമ്മൾ സഹായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ രീതിയിലേക്ക് അവർ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് തരും. അപ്പൊ അങ്ങനെ അവരെ കൊണ്ട് 5000 PV ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന രൂപത്തിലേക്ക് അവരെ മാറ്റുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്തു. അതോടൊപ്പം തന്നെ വേണ്ടത് അവരെ കൊണ്ട് സ്വപ്നങ്ങൾ എഴുതിക്കണം. നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. നമ്മൾ ആ സ്വപ്നങ്ങൾ വിളിച്ചു പറയാൻ തയ്യാറാവണം. നമ്മുടെ സ്വപ്നങ്ങൾ വലുതാണെങ്കിൽ മാത്രമാണ് നമ്മുടെ കൂടെ ആളുകൾ കൂടുകയുള്ളൂ. ആ ഒരു ബോധ്യം നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ എന്നതുകൊണ്ട് തന്നെ എന്റെ സ്വപ്നങ്ങളെല്ലാം തന്നെ എന്റെ കൂടെ വരുന്ന ആളുകളെ മുഴുവനായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരും സ്വപ്നങ്ങൾ എഴുതാൻ തുടങ്ങി, അവരെ കൊണ്ട് എഴുതിക്കും. അതുപോലെ തന്നെയാണ് പ്രോസ്പെക്ട് ലിസ്റ്റ് എഴുതിപ്പിക്കും. പ്രോസ്പെക്ട് ലിസ്റ്റിലാണ് നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുള്ളൂ. പ്രോസ്പെക്ട് ലിസ്റ്റിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നു. ആ പ്രോസ്പെക്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നിലയിൽ 10-300 പേരുടെയെങ്കിലും ഒരു 10-300 പേരുടെയെങ്കിലും കണക്ഷൻ അവർക്ക് ഉണ്ടായിരുന്നു മിനിമം. പക്ഷെ നമുക്കൊരു 30 പേരുടെയെങ്കിലും ആ ഒരു പ്രോസ്പെക്ട് ലിസ്റ്റ് എഴുതിക്കാനും ആ ലിസ്റ്റ് എഴുതിച്ച് ആ വീടുകളിലേക്ക് ഇവരെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. എന്നാൽ മാത്രമാണ് അവർ ഈ ബിസിനസ്സിൽ തുടർച്ചയായിട്ട് നമുക്ക് നിർത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ പ്രോസ്പെക്ട് ലിസ്റ്റ് എന്ന് പറയുന്ന സിസ്റ്റമാണത്. ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ അവരെ പിടിച്ചു നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ ബിസിനസ്സിൽ നമ്മുടെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. അപ്പൊ സിസ്റ്റത്തിലേക്ക് വന്നു, പിന്നെ നമ്മൾ അവരെ പ്രോഗ്രാമുകളിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഓരോരോ പ്രോഗ്രാമുകളിലേക്ക് കൊണ്ടുപോയി നമുക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ലീഡേഴ്സ് പങ്കെടുക്കുന്ന പ്രോഗ്രാമുകളിലേക്ക് നമ്മളും പോവുക, അവരെ കൈയും കെട്ടിയായാലും അവരെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ആ പ്രോഗ്രാമുകളിൽ അവരെ വളർത്തി എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ എത്ര പണിയെടുത്താലും അവർ വളരില്ല. പ്രോഗ്രാമുകളിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർ വളരും. അപ്പൊ നമ്മൾ പ്രോഗ്രാമുകളിലേക്ക് കൊണ്ടുവന്നു, അവരും ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ബിസിനസ്സിലേക്ക് നമ്മൾക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വിജയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും സിസ്റ്റത്തിനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് വിജയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഇതിലൂടെ നമുക്ക് കഴിയുകയാണെങ്കിൽ വളരെ വളരെ നല്ല രീതിയിലേക്ക് നമുക്ക് ആസ്വദിച്ച് ബിസിനസ് നമുക്ക് ഈ ആർസിം ചെയ്യാനായിട്ട് സാധിക്കും. കീറാമുട്ടി ആവില്ല, വളരെ രസകരമാകും പിന്നെ ബിസിനസ്. അപ്പൊ വളരെ രസകരമായിട്ട് മാറും. അപ്പൊ ആദ്യം നമ്മൾ വരുമ്പോ ഈ ബിസിനസ്സിൽ വരുമ്പോ തുടക്കത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ കുറെ ആളുകൾ നമ്മുടെ കൂടെ വരും. താഴെ വന്ന് തുടങ്ങുമ്പോഴേക്ക് നമ്മൾ ഒരു ലീഡർഷിപ്പ് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വരണം. നമ്മുടെ താഴെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലീഡർ. അപ്പൊ ആ ലീഡർഷിപ്പ് മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. എന്നാലേ നമ്മൾ ലീഡർ ആവുള്ളൂ. നമ്മളെ ലീഡർ എന്ന് നമ്മൾ വിളിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ലീഡർ ആണ് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു ലീഡർ ആവാൻ പറ്റും. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് ലീഡർഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വരണം. ഞാനൊരു ലീഡറാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മള് ലീഡറായിട്ട് മറ്റുള്ളവരെ അംഗീകരിക്കും. പിന്നെ അവിടുന്നാണ് നമുക്ക് ഒരു ടീം ബിൽഡിങ്ങിലേക്ക് നമ്മൾ കടക്കേണ്ടത്. അങ്ങനെ നമുക്ക് വളരെ വളരെ സുഖകരമായിട്ട്, ഞാൻ ഇന്ന് ആർസിം വളരെ ആസ്വദിച്ചാണ് ഞാൻ ചെയ്യുന്നത്. വളരെ രസകരമായിട്ട് സന്തോഷകരമായിട്ട് ഈ ആർസിം ബിസിനസ് നമുക്ക് സാധാരണക്കാരെ വിജയിപ്പിക്കുന്നതിനുള്ള ബിസിനസ്സാണ്.
ആ സാധാരണക്കാർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് സാധാരണക്കാരെ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ ബിസിനസ് നമ്മൾ പഠിച്ചെടുക്കണം. അല്ലാണ്ട് വളരെ ഭയങ്കരമായ കടുകട്ടിയായിട്ടുള്ള ഭാഷകളൊന്നും നമ്മൾ ഉപയോഗിച്ച സാധാരണക്കാർക്ക് ഇത് മനസ്സിലാവില്ല. വളരെ സിമ്പിൾ ആയിട്ട് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാനും നമുക്ക് ചെയ്യാനും കഴിയുന്ന കാര്യം. നമ്മളത് ചെയ്യുക, അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. ഇതാണ് ഈ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് ഈ ബിസിനസ്സിൽ വേണ്ടത്. അപ്പോ ഈ ബിസിനസ് എന്ന് പറയുന്നത് നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ കൂടെയുള്ളവർ ചെയ്യുള്ളൂ. അപ്പോ നമ്മൾ നല്ലൊരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ആയിട്ട് മാറുക എന്നുള്ളതാണ് ഇതിന് ചെയ്യാനുള്ളത്. നമ്മൾ നല്ലൊരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ആയാൽ അതിലടിക്ക് പ്രിന്റ് ചെയ്യുന്ന എല്ലാ മറ്റ് വരുന്ന എല്ലാ പ്രിന്റും അത് നല്ല രീതിയിലുള്ള ഇതായിട്ട് മാറും. അപ്പോ മാറേണ്ടത് ആരാണ്? മാറേണ്ടത് നമ്മൾ തന്നെയാണ്. എവിടെ നിന്നാണ് മാറ്റം തുടങ്ങുന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും. അപ്പോ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മള് തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് കുറച്ച് എന്താണ് പറയുക, കുറെ സവിശേഷ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഈ ബിസിനസ്. വെറുതെ കാരണം നമ്മളെ ആർസിം ബിസിനസ്സിലേക്ക് വരുന്നതിന് മുൻപ് ഈ ഇതിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്ത പരിചയമുള്ള ആളുകൾ വളരെ അപൂർവം ആളുകൾ ഉണ്ടാവുള്ളൂ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്ത വളരെ അപൂർവം ഉണ്ടായിരുന്നു. ബാക്കി എല്ലാം കടന്നു വരുന്നത് വിവിധ മേഖലകളിൽ ജോലി ചെയ്ത് അവിടെ എല്ലാം പ്രാവീണ്യം തെളിച്ച ആളുകളായിരിക്കാം നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വരുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വേഷം അണിയാനായിട്ട് നമ്മൾ തയ്യാറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേണ്ടത് എന്തല്ലോ അതെല്ലാം നമ്മൾ പഠിച്ചെടുക്കാൻ തയ്യാറാണ്. അല്ലാതെ നമ്മൾ വെറുതെ നിന്നാൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കില്ല. വെറുതെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വളരില്ല. കാരണം നമ്മൾ വളരണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കും, നമ്മൾ പണിയെടുക്കണം. നമ്മൾ പണിയെടുത്താൽ മാത്രമാണ് ചെറിയ ചെറിയ കാശുകളൊക്കെ വരും. പണിയെടുത്തില്ലെങ്കിൽ 1000 2000 വരും. അതിന് മുകളിൽ ചിലപ്പോൾ ഒരു 3000 വരും. അതിന് മേലെ വരില്ലേ. അതിന് മുകളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം. നമ്മൾ പണിയെടുക്കണമെങ്കിൽ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റം അനുസരിക്കുന്നുള്ള ഒരു പണിയാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾക്ക് നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് RCM എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്, ഒരു കൂലിപ്പണിയല്ല. ഒരു ബിസിനസ്സുകാരന് വേണ്ട ഗുണങ്ങൾ ഇതിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം. ആ ഗുണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പേഴ്സണാലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനൊരു കർഷകനായിരുന്നു, കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്ത ആളാണ്, ഗൾഫിലെല്ലാം പോയിട്ടുണ്ട്. പക്ഷെ അവിടെ എങ്ങും ഈ കോട്ടിട്ട് ഒരിക്കലും ഞാൻ ജോലി ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ RCM ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ ഈ കോട്ടിട്ടത് ഇത് ബിസിനസ്സുകാരുടെ കോട്ടാ. ബിസിനസ്സുകാർ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണാലിറ്റി നന്നാക്കി എടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പേഴ്സണാലിറ്റി ആണ് ഒരാളെ അട്രാക്ട് ചെയ്യാനായിട്ട്. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ നമ്മളെ കണ്ടാൽ നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മളിലേക്ക് ഒരു പേഴ്സണാലിറ്റി വേണം. ആ പേഴ്സണാലിറ്റി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കും. അത് ആദ്യം വേണ്ടത് നമ്മുടെ വസ്ത്രധാരണത്തിൽ തന്നെയാണ്. ഒരു സാധാരണ നമ്മുടെ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു പാന്റും ഷർട്ടും ഷൂവും ഒരു ഫുൾ കൈ ഷർട്ടും അതുപോലെ തന്നെ ഒരു ഐഡന്റിറ്റി കാർഡായിട്ട് നമ്മൾ ഒരു പ്രോഗ്രാമിലേക്ക് പോവുകയാണെങ്കിൽ, നിങ്ങളൊരു ഹോം മീറ്റിംഗിലേക്ക് പോവുകയാണെങ്കിൽ എന്തുണ്ടാവണം? നമ്മള് കോട്ടിട്ട് പോകണം. ഒരു ഹാഫ് കോട്ടെങ്കിലും വിട്ടു പോകേണ്ടി വരും. നമ്മളൊരു ഹോം മീറ്റിംഗിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുകയാണെങ്കിലോ അതനുസരിച്ചുള്ള വേഷങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണാലിറ്റി ആണ് നമ്മൾ ആദ്യമായിട്ട് ഇതിന്റെ ഡെവലപ്മെന്റ് എടുക്കുക. പല ആളുകൾക്കും പ്രശ്നം എന്ന് പറയുന്നത് ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പാന്റ് ഷർട്ട് ഇടാനായിട്ട് മടിയാവും, ചിലവർക്ക് ഇൻ ചെയ്യാൻ മടിയാവും, ഷൂ ഇടാൻ മടിയാവും. ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൽ എനിക്ക് വിജയിച്ചേ അടങ്ങും എന്നുള്ളത് കൊണ്ട് മാത്രം RCM ബിസിനസ്സിനെ മനസ്സിലാക്കിയത് മൂലം ഞാൻ എന്ത് ചെയ്തു, പാന്റ് ഇടാനും അതുവരെ ഇടാതിരുന്ന വേഷം ഞാൻ ഇടാനായിട്ട് തുടങ്ങി. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യുന്നതോടൊപ്പം അതിൽ നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഘടകമാണ് നമ്മുടെ സ്വഭാവം, ക്യാരക്ടർ. നമ്മുടെ സ്വഭാവം നല്ല രീതിയിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ, ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. സ്വഭാവം നന്നല്ലെങ്കിൽ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. വേഷം ആയതുകൊണ്ട് മാത്രമായില്ല, വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നന്നായിരിക്കും. നമ്മുടെ വാക്കുകളാണ് ഒരാളെ നമ്മളെ ആകർഷിക്കുന്നത്, ഓരോ വാക്കുകളാണ് നമ്മളിൽ നിന്ന് ആളുകൾ അകറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ നമ്മളെ വളരെ സൂക്ഷിച്ചിട്ടാണ് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടത്. നമ്മൾ ഒരേ സമയം തന്നെ ഡൗൺലൈൻ ആണ്, എന്നാൽ ഒരേ സമയം തന്നെ അപ്ലൈൻ ആണ്. നമ്മളൊരു ലീഡർ ആണ്, ഒരേ സമയം തന്നെ നമ്മൾ ഒരു ഡൗൺലൈൻ ആണ്. നമ്മുടെ ലീഡർമാരുടെ ഡൗൺലൈൻ നമ്മളതാണ്, അതേസമയം നമ്മൾ ഒരു അപ്ലൈൻ ആണ്, നമ്മുടെ താഴെയുള്ള ഒരു അപ്ലൈൻ ആണ്. അപ്പൊ നമ്മുടെ വാക്കുകൾ എവിടെ എന്തെല്ലാം സ്വീകരിക്കണം. അപ്ലൈൻ്റെ എടുത്ത് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മിണ്ടേണ്ട ആവശ്യമില്ല, അവിടെ വാക്കുകൾക്ക് പ്രസക്തിയില്ല. നമ്മൾ കേൾവിക്കാരനാണ്.
അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വാക്കുകൾ, പക്ഷെ അവിടെ കേട്ട കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മുടെ വാക്കുകൾ നല്ല രീതിയിലേക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് നമ്മളുടെ വാക്കുകൾ. ചില ആളുകൾ പറയും ഞാനിങ്ങനെ 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 പറയൂ എന്നുള്ള രീതിയിലേക്ക് ചില ആളുകൾ പറയും. അവർക്കൊന്നും ആർസിബിലേക്ക് വിജയിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ചില കാര്യങ്ങൾ പറയും ഞാൻ എല്ലാ കാര്യങ്ങളും മൊത്തടിച്ചു പോലെ തുറന്നു പറയും. ചില അപ്രിയ സത്യങ്ങൾ നമുക്ക് തുറന്നു പറയാനായിട്ട് പറ്റും, അങ്ങനെ ഇല്ല. ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ട സ്ഥലത്ത് മാത്രമേ പറയൂ, ചില അപ്രിയ സത്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പാടില്ല. അപ്പൊ എവിടെ എന്ത് എങ്ങനെ എപ്പോ എന്നൊക്കെ പറയേണ്ടത് വാക്കുകൾ സൂക്ഷിച്ച് നമ്മുടെ ക്യാരക്ടർ വളരെയധികം സൂക്ഷിച്ച് പെരുമാറേണ്ട ഒരു മേഖലയാണ് നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എന്താണെന്ന് വെച്ചാൽ ആൾക്കൂട്ടത്തിന്റെ ബിസിനസ്സാണ്. ആൾക്കൂട്ടത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമിനെ ഡെവലപ്മെന്റ്. ഇപ്പൊ നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ കുറെ ആളുകളെ ജോലിക്ക് വെക്കുമ്പോൾ നമ്മളാണ് കമാൻഡിങ് പവർ. ആ കമാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് നമ്മൾ പണിയെടുക്കുക. പക്ഷെ ഇവിടെ വരുന്ന നമ്മളെ ആളുകളെ സംഘടിപ്പിക്കുന്നത് ബിസിനസ് ചെയ്യാനാണ്. നമ്മുടെ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടായ്മയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ കമാൻഡിങ് പവറിനോടൊപ്പം തന്നെ നമ്മുടെ വാക്കുകളുടെ സ്ഫുടത അല്ലെങ്കിൽ വാക്കുകളിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കുന്നു. ഇതാണെങ്കിൽ രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് വേണ്ടത് കമ്മിറ്റ്മെന്റ് ആണ്. RCM ബിസിനസ്സിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ കമ്മിറ്റ്മെന്റ് നമുക്ക് വേണം. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ വന്നു, നമ്മുടെ കൂടെ ആളുകൾ വന്നു, നമ്മുടെ താഴെയുള്ള ആളുകൾ വരും. അവര് നമ്മളെ വിശ്വസിച്ചിട്ടാണ് നമ്മുടെ വാക്കുകൾ കേട്ടിട്ടാണ് RCMലേക്ക് വരുന്നത്. ഈ ബിസിനസ് ചെയ്യാനായിട്ട് RCMലേക്ക് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കമ്പനി കാണുന്നില്ല, വേറെ ഒന്നും കാണുന്നില്ല, വേറെ ലീഡർമാരെ കാണുന്നില്ല, വേറെ ഒന്നും കാണുന്നില്ല. പക്ഷെ നമ്മളെ കണ്ടിട്ടാണ് RCMലേക്ക് അവർ വരുന്നത്. പിന്നെ നമ്മൾ പറയുന്നതായിരിക്കും അവരുടെ ദൈവവാക്യം. നമ്മൾ പറയുന്നത് എന്താണോ അവരെല്ലാവരും പറയും. അപ്പൊ നമ്മളെ വിശ്വസിച്ച് ഒരാൾ ഡൗൺലൈൻ ബിസിനസ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വിജയിപ്പിച്ചിരിക്കും. ഇതാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ അവരെ വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ പണിയാണ് പിന്നീട് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ വിജയിക്കാനുള്ള, അവൻ നമ്മളെ വിശ്വസിച്ചിട്ടാണ്, നമ്മുടെ വാക്ക് കേട്ടിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് അവർ വന്നിട്ടുണ്ടെങ്കിൽ അവരെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നുള്ളതാണ്. അതാണ് നമ്മുടെ കമ്മിറ്റ്മെന്റ്. നമുക്കറിയാലോ, നമ്മുടെ അച്ഛനമ്മമാരോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഇല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കളോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. നമ്മുടെ സഹോദരങ്ങളോട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ? എല്ലാവർക്കും ഉണ്ട്, ആ കമ്മിറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ കല്യാണം കഴിച്ച ഭാര്യയോട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ? ഭാര്യയോട് കമ്മിറ്റ്മെന്റ്, മക്കളോട് കമ്മിറ്റ്മെന്റ് ഇല്ലേ? തീർച്ചയായിട്ടും ഇതേ കമ്മിറ്റ്മെന്റ് തന്നെ ആയിരിക്കും RCM. കാരണം ഇതൊരു ഫാമിലി ബിസിനസ് ആണ്. കമ്മിറ്റ്മെന്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരാള് നമുക്ക് ഇതിൽ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ കമ്മിറ്റ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ വേണം. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കിയിരിക്കണം. അതാണെങ്കിൽ മൂന്നാമത്തെ ഒരു കാര്യമാണ് നമുക്കൊരു അപ്ലൈൻ അല്ലെങ്കിൽ നമുക്കൊരു ലീഡറെ അല്ലെങ്കിൽ ഒരു കോച്ചിങ് വേണം എന്നുള്ളതാണ്. ഒരു കോച്ച് വേണം എന്ന് പറയുന്നത്. കോച്ച് എന്ന് പറയുന്നത് ചിലപ്പോ നമ്മുടെ RCM ബിസിനസ്സിൽ കോച്ചില്ല. പക്ഷേ RCM ബിസിനസ്സിലുള്ളത് നമുക്ക് ലീഡർമാരാണുള്ളത്. ലീഡർമാര് എന്ന് പറയുന്നത് നമുക്ക് സാധാരണയായിട്ട് മനസ്സിലാവും. ഈ ലോകത്തില് നമ്മൾക്ക് എന്തെങ്കിലും നേടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരു മെന്റർ ഉണ്ട്. ഈ ലോകത്തിൽ എന്തെങ്കിലും നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു മെന്റർ ഉണ്ടാവും, ഒരു ലീഡർ ഉണ്ടാവും. ഉദാഹരണം നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കറെ എടുക്കാം, നമുക്ക് മെസ്സിനെ എടുക്കാം. അവര് ലോകം കണ്ട ഇതിഹാസ താരങ്ങളായിട്ടുള്ള ഫുട്ബോൾ താരങ്ങളാണ്, ക്രിക്കറ്റ് താരങ്ങളാണ്. അവർക്ക് കോച്ചുമാരുണ്ടായിട്ടുണ്ട്. അവർക്ക് കോച്ചുമാരുണ്ടായിട്ടുണ്ടെങ്കിൽ അവർ കോച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവർ വെറുതെ എനിക്ക് ഭയങ്കരമായിട്ട് കളി അറിയാം, എനിക്ക് നന്നായിട്ട് കളി അറിയാം, എനിക്ക് ആരും സഹായമില്ല എന്ന രീതിയിലേക്കുള്ള കളി അവർ ഒരിക്കലും കളിക്കില്ല. കാരണം അതിന് വിജയിക്കണമെങ്കിൽ കുറെ കൂടി കോച്ച് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ആ ലീഡർ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. നിരവധി അനുഭവ സമ്പത്തിലൂടെ കടന്നുപോയ ലീഡറെ നമുക്ക് ഒരാളെ അല്ലെങ്കിൽ രണ്ടുപേരെ, ചുരുങ്ങിയത് 5 പേരെങ്കിലും നമുക്ക് ലീഡറായിട്ട് നമുക്ക് കരുതി നമ്മൾ അവരെ സമീപിച്ച് അവരുടെ അഡ്വൈസ് എപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് അപ്പോ ലീഡർ പറയുന്നത് നമുക്ക് കേൾക്കാനും കഴിയണം. സച്ചിൻ ടെണ്ടുൽക്കറോട് നാളെ വെളുപ്പിന് 4 മണിക്ക് കോച്ചിങ്ങിന് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോച്ച് 4 മണിക്ക് വരും, സച്ചിൻ ടെണ്ടുൽക്കർ 5 മണിക്ക് വരോ? ഒരിക്കലില്ല. സച്ചിൻ ടെണ്ടുൽക്കർ 3:30 അവിടെ എത്തും, അല്ലെ? ഇതാണ് ഇത് പറയുന്നത്. കോച്ചും, നമുക്കൊരു കോച്ച് ഉണ്ടെങ്കിൽ കോച്ച് പറയുന്നത് കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. അപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ 3:30 വന്ന് അവിടെ തട്ടിയും മുട്ടിയും അതിന്റെ കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴേക്കും 4 മണിക്ക് കോച്ച് വരും. കോച്ച് ഒരു 10 മണിക്ക് എടുക്കും, 10 മണി വരെ കോച്ചിങ് കഴിയും. കോച്ച് ഒരു 10 മണിയാക്കി പോകും. പക്ഷെ സച്ചിൻ 11 മണി 12 മണി വരെ വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യും, അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ. ഇതാണ്, അപ്പോഴാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഡെവലപ്മെന്റ് ചെയ്യുള്ളൂ.
അല്ലെങ്കിലോ നമ്മൾ അവിടെ തന്നെ നിൽക്കും. കോച്ച് പറഞ്ഞു അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. കോച്ച് പറയുന്നതിനപ്പുറം ഈ ബിസിനസ്സിലേക്ക് വേണ്ടി വരുന്ന കാര്യങ്ങൾ നമ്മുടെ വൈഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും കൂടി ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു ഐഡിയ വരും. നമ്മുടെ തലച്ചോറല്ല ഉപയോഗിക്കേണ്ട. ആ കോച്ച് പറയുന്ന കാര്യത്തിലേക്ക് എന്തെങ്കിലും നമ്മുടെ എക്സ്ട്രാ എന്തെങ്കിലും ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുമോ? അതിനോട് കൂട്ടി ഇതിനോട് തെറ്റിപ്പോവാത്ത രീതിയിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ചെറിയ ചെറിയ വൈഭവങ്ങൾ കയറി വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇതിലൊരു കോച്ച് ഉണ്ടായിരിക്കും. ഒരു കോച്ചല്ല, നമുക്കൊരു ലീഡർ ഉണ്ടായിരിക്കും. RCM ബിസിനസ് ലീഡറാണ്. ഒരു 2 ലീഡറെങ്കിലും മിനിമം ഉണ്ടായിരിക്കും. ഒരു 5 ലീഡറെങ്കിലും നമുക്ക് ഓരോ പൊസിഷൻ കഴിയുമ്പോഴേക്കും നമ്മൾ കണ്ടെത്തുന്ന രീതിയിലേക്ക് നമ്മൾ വളരും. സ്റ്റാർട്ടിങ്ങിൽ അതൊന്നും ഉണ്ടാവില്ല. സ്റ്റാർട്ടിങ്ങിൽ ഒരാളുണ്ടാവുള്ളൂ. ആ ഒരാളെങ്കിലും വിജയിച്ച ഒരാളുടെ കൈ പിടിച്ചുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, അതായത് മാസങ്ങളിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ നേരിട്ട് കാണാനായിട്ട് പറ്റിയില്ലെങ്കിൽ കൂടി നമുക്ക് അവരെ വിളിച്ചെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയും. ദൈനംദിനം അതാണല്ലോ, ദൈനംദിനം കാര്യങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതിൽ വ്യക്തതയില്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കാതെ അവരുമായിട്ട് വിളിച്ചു ചേർത്തുകൊണ്ട് നമുക്ക് ഓരോരോ പടികളും നമുക്ക് കയറുവാനായിട്ട് നമുക്ക് കഴിയും. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ടീമും നമ്മുടെ നല്ല രീതിയിലേക്ക് നമുക്ക് വളരും. ഇതേ കാര്യങ്ങൾ തന്നെ നമ്മൾ ഓരോ പ്രോഗ്രാമുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ മാത്രം പോയത് കൊണ്ട് കാര്യമുണ്ടോ? നമ്മളെ കൂടെ വരുന്ന ആളുകളെ മുഴുവനായിട്ട് അതിൽ എത്ര ആളുകൾ പങ്കെടുപ്പിക്കണം എന്നുള്ളൊരു എല്ലാ പ്ലാനിങ്ങും നമുക്കുണ്ടായിരിക്കും. ആ ഒരു പ്രോഗ്രാം തീരുമാനിച്ചിട്ട് എത്ര ആളുകൾ അതാണ് അഡ്വാൻസ് ആയിട്ട് നമുക്ക് പ്രോഗ്രാം നമ്മൾക്ക് ചാർട്ട് ചെയ്ത്. അപ്പൊ പ്രോഗ്രാം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ എത്ര ആളുകളെ പങ്കെടുക്കണം. നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വിജയിക്കണമെങ്കിൽ 2 കാര്യം ചെയ്താൽ മതി. ഒന്നില്ലെങ്കിൽ ഒരു പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ പോവുക, പ്രോഗ്രാമിലേക്ക് ആളെ കൊണ്ടുപോവുക. നമുക്ക് വേറെ ഒരു കഴിവില്ലെങ്കിൽ 2 കാര്യം, നമ്മൾ പോകുക, പ്രോഗ്രാമിലേക്ക് ആളുകളെ കൊണ്ടുപോവുക. ഈ 2 കാര്യം ചെയ്താലും നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ ലീഡേഴ്സ് പഠിപ്പിച്ചുകൊണ്ട് അവരെ വളർത്തിക്കൊള്ളും. തീർച്ചയായിട്ടും അങ്ങനെ ആ രീതിയിലേക്ക് നമുക്ക് വളരാനായിട്ട് കഴിയും. മറ്റൊരു കാര്യമാണ് ഈ ബിസിനസ്സിലെ ഏറ്റവും കാതലായിട്ട് വേണ്ടത് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ ഇതുപോലെ തന്നെ ആർജിച്ചെടുക്കേണ്ട ഒരു സ്കില്ലാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ ഒരു കാര്യം പറയുന്നതിൽ വ്യക്തത വേണം. ഒരു കാര്യം പറയുന്നതിൽ വ്യക്തത വേണം. അത് മുഖത്ത് നോക്കി പറയാൻ, കണ്ണിൽ നോക്കി പറയാനായിട്ട് പറ്റും. അത് കൃത്യതയോടുകൂടി ചെറിയ രൂപത്തിൽ വലിച്ചു വാരി പറയാതെ അവർക്ക് ആശയം വ്യക്തമാക്കണം. എന്നാൽ മാത്രമേ അത് നമ്മൾ ശീലം ആയിട്ട് കൊണ്ടുവരണം. എന്താണ് പറയേണ്ടതെന്ന് കറതീർന്ന് പറയാനായിട്ട് നമ്മൾ പഠിക്കണം. കുറഞ്ഞ വാക്കുകളിൽ, നീട്ടി വലിച്ചു പറയാതെ കുറഞ്ഞ വാക്കുകളിൽ നമുക്ക് ആളുകളോട് ആശയത്തെ എത്തിക്കാനായിട്ട് വേണം. കുറെ കാര്യങ്ങൾ സംസാരിച്ചു, ആശയം എത്തിയില്ലെങ്കിൽ നമുക്ക് വിചാരിച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത് 1-to-1 മീറ്റിംഗ് ആയാലും നമ്മുടെ താഴെ വരുന്ന ആളുകളോടായാലും കാര്യങ്ങൾ കൃത്യതയോടുകൂടി പറയാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് ഒരാളോട് പറഞ്ഞു, 2 ആളോട് പറഞ്ഞു, നമ്മുടെ ടീമിനോട് പറഞ്ഞു, അതങ്ങനെ ഹോൾ മീറ്റിംഗിലേക്ക് പോയി അങ്ങനെയാണ് നമ്മളൊരു പബ്ലിക് സ്പീക്കറായിട്ട് മാറുന്നത്. വളരെ ഒരു ചെറിയ സ്റ്റെപ്പിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ചെറിയ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ തുടങ്ങി, ഒരാളോട് പറഞ്ഞു, 2 ആളോട് പറഞ്ഞു, നമ്മുടെ ടീമിനോട് പറഞ്ഞു, നമ്മുടെ ഹോം മീറ്റിംഗിൽ പറഞ്ഞു, ചെറിയ ഹോൾ മീറ്റിംഗിലേക്ക് പറഞ്ഞു, സൂം മീറ്റിംഗിലേക്ക് പറഞ്ഞു, സൂം മീറ്റിംഗിലും അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റിലും പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ വായ തുറന്ന് പറഞ്ഞേ പറ്റൂ. വായ തുറന്ന് നമ്മൾ ആളുകളോട് സംസാരിച്ച് അത് പറയുന്ന ആക്യുറസി, കൃത്യതയോട് കൂടിയിട്ട് നമുക്ക് പറയാനായിട്ട് ശീലിക്കണം. അപ്പോ ആ കഴിവിലേക്ക് കയറി വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവണം, നമ്മള് ഒരു പബ്ലിക് സ്പീക്കറായിട്ട് നമ്മൾ മാറുന്നു. അപ്പോ ഇത് വളരെ ഈ സ്കില്ലുകൾ നമുക്ക് വളരെ കൃത്യമായി ലളിതമായിട്ട് നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് നമ്മൾ കഴിയണം. എന്നാലാണ് RCMലേക്ക് വിജയിച്ചെടുക്കാനായിട്ട് കഴിയുള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞത്, നമ്മൾ RCMലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെടാതിരിക്കാൻ കുറെ കാര്യങ്ങൾ, നമ്മൾ മറ്റുള്ള ബിസിനസ് അല്ല RCM ബിസിനസ്, അത് നമ്മൾ മനസ്സിലാക്കി വളരെ പതുക്കെ ചെറിയ ചെറിയ ഒരു സ്കില്ല്, എല്ലാ സ്കില്ലുകളും നമുക്ക് ഒരുമിച്ച് പഠിച്ചെടുക്കാൻ പറ്റില്ല. നമുക്ക് അതിനാണ് കമ്പനി പറയുന്ന ഓരോരോ സ്റ്റെപ്പുകൾ. സെയിലാണെങ്കിൽ സെയിലിന്റെ സ്കില്ല് ഉണ്ടാക്കുക, അതിൽ തന്നെ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വരും. ഇതെല്ലാം ഒന്നിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇതിലെല്ലാം നമ്മൾ പതുക്കെ 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 നമ്മൾ ആർജിച്ചെടുത്തുകൊണ്ട് നമ്മൾ നല്ലൊരു ലീഡറായി മാറി കഴിഞ്ഞാൽ RCM ബിസിനസ് നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഇതില് വന്നിരിക്കുന്ന എല്ലാവരും ആ രീതിയിലേക്ക് നമ്മൾ ചെയ്തു കാര്യങ്ങളാണ്. നമ്മളൊരു ലീഡർ ആവുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ചെയ്യാനുള്ളത്. നിങ്ങളെ വില വെക്കണമെങ്കിൽ, നമ്മളെ വില വെക്കണമെങ്കിൽ, ഞാനൊരു ലീഡറായിട്ട് വില വെക്കണമെങ്കിൽ നമ്മൾ
പഠിപ്പിക്കാൻ ട്രെയിനിങ് കൊടുക്കാൻ തയ്യാറാണ്. ട്രെയിനിങ് കൊടുക്കാനായിട്ട് തയ്യാറാണ്. കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മൾ ഒരു വില വെക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറുന്നത്. അതുവരെ നമ്മൾ തരാതരക്കാരാണ്. നമ്മൾ തരാതരക്കാരാകുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വില വെക്കില്ല. കാരണം എന്റെ മൈൻഡ് സെറ്റും കൂടെ വരുന്ന ആളുകളുടെ മൈൻഡ് സെറ്റും ഒരേപോലെ ആകുമ്പോൾ നമുക്ക് നമ്മൾ വില വെക്കില്ല. അവരുടെ മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു പടി ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകളും പ്രവർത്തികളും അതിന്റെ കാര്യങ്ങളും സ്വഭാവങ്ങളും ഒക്കെ മാറി നമ്മൾ വില വെച്ചു തുടങ്ങും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുമ്പോഴുള്ള ട്രെയിനിങ് കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാതെ നമ്മൾ ട്രെയിനിങ് കൊടുക്കാനായിട്ട് പറ്റില്ല. പഠിക്കാതെ ട്രെയിനിങ് കൊടുക്കാതെ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ പഠിക്കും. അപ്പൊ നമ്മുടെ അറിവ് കൂടും, നമ്മുടെ കഴിവ് കൂടും, അപ്പൊ നമ്മളെ വില വെച്ച് തുടങ്ങും. തീർച്ചയായിട്ടും അപ്പൊ ട്രെയിനിങ് കേൾക്കല് മാത്രമായിട്ട് കൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ താഴെ വരുന്ന ആളുകൾ ട്രെയിനിങ് കൊടുക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം നമുക്കറിയാവുന്നത് മാർക്കറ്റിംഗ് പ്ലാൻ അറിയുന്നു, അത് പറഞ്ഞാൽ മതി. ബാക്കിയുള്ള കാര്യം പറയാൻ ലീഡറിനെ അവിടെ വരുത്തിയാൽ മതി. അപ്പൊ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പൊ നമ്മൾ മാർക്കറ്റിംഗ് പ്ലാൻ പറഞ്ഞു പഠിച്ചു, കമ്പനി പ്രൊഫൈൽ പഠിച്ചു, അതിനുശേഷം വരുമാനങ്ങൾ എഴുതി കാണിക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ 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 നമുക്കൊരു വർഷം എന്ന് പറയുന്നത് പഠനം വെറുതെ പഠിച്ച് നമ്മൾ പുസ്തകത്തിൽ മാത്രം എഴുതി വെച്ചത് കൊണ്ട് കാര്യം മാത്രം ആർസിം ബിസിനസ്സിലും ഇത് പഠിച്ച കാര്യങ്ങൾ നമുക്ക് പ്രയോഗിച്ചു തുടങ്ങും. ഒരേ സമയമാണ് പഠിക്കുക പ്രയോഗിക്കുക, പഠിക്കുക പ്രയോഗിക്കുക. തീർച്ചയായിട്ടും നമുക്ക് ആർസിം ബിസിനസ് നമുക്കുള്ളതാണ്. ഏറ്റവും ഇതിലേക്ക് വേണ്ട മറ്റൊരു കഴിവാണ് കറേജ്, ധൈര്യം. ആർസിം ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ധൈര്യമുള്ളവന് പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യം ധൈര്യമുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ആർസിം ബിസിനസ്. ചങ്കൂറ്റം വേണം ആർസിം ബിസിനസ്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ച ആളുകളിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ, ആളുകളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ അയൽവക്കാർക്ക്, ചുറ്റും കൂട്ടുകാർക്ക് ഇതൊക്കെ കൊടുക്കുമ്പോൾ ആളുകൾ നമ്മളെ കളിയാക്കും, പുച്ഛിക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ അവരെ നേരിടാനുള്ള ഒരു കഴിവ്, ഒരു ചങ്കുറ്റം നമുക്ക് വേണം. ആ ചങ്കുറ്റത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ആ ചങ്കുറ്റത്തിൽ നിന്ന് നമ്മൾ തുടങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് ടാർഗറ്റുകൾ വരുന്നത്, അല്ലെ? ഇപ്പൊ നമ്മൾ മാർച്ച് മാസമാണ്. നമുക്ക് മാർച്ച് മാസം എന്ന് പറയുന്നത് ടാർഗറ്റുകളുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലെവല് അപ്ഗ്രേഡ് ചെയ്യാൻ, ഒരു പിൻ ലെവല് മുകളിലേക്ക് കയറാനുള്ള എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും നമ്മുടെ ടീമിന്, നമ്മുടെ എല്ലാ ആർസിം അംഗങ്ങൾക്ക് വേണ്ടി കമ്പനി ഒരുക്കി കഴിഞ്ഞു. മാർച്ച് മാസം ഇന്ന് 11-ാം തീയതിയായി. അപ്പൊ നമുക്ക് എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ കമ്പനിയുടെ ഭാഗത്ത് നമ്മൾ ചെയ്തു. അപ്പൊ ഈ ടാർഗറ്റുകളും ഓഫറുകൾ ഇപ്പൊ 30 നമുക്ക് വുമൺ ടാബ്ലറ്റ്, അല്ലെങ്കിൽ 60 വുമൺ ടാബ്ലറ്റ്, 100 വുമൺ ടാബ്ലറ്റ് നമുക്ക് തന്നിരിക്കുന്ന ഈ ടാർഗറ്റ് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഏറ്റെടുക്കണം എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. എന്നാലാണ് നമ്മൾ ടാർഗറ്റ് ഏറ്റെടുക്കും. ടാർഗറ്റ് ഏറ്റെടുക്കുന്നത് എന്തിനു വേണ്ടി? ചിലർ പറയും ഈ ഇതില് നമ്മുടെ ലീഡർമാർക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് ഓളിയം കൂട്ടാനാണ് നമ്മളെ കൊണ്ട് ടാർഗറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളൊരു മിഥ്യാധാരണയാണ് ചില ആളുകൾ, ഒട്ടുമിക്കുന്നല്ല ചില ആളുകൾ, അത് പുതിയ ആളുകൾക്കാണ് കൂടുതലും തെറ്റായ ഒരു ധാരണ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വുമൺ ടാബ്ലറ്റ് 15 കോടി സ്ത്രീകളിലേക്ക് എത്തിക്കുന്ന ഒരു ദൗത്യം കമ്പനി നമ്മളോട് പറയുമ്പോൾ, നമ്മൾ സാധാരണയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഏറ്റെടുക്കാനായിട്ട് പോകുന്നത്, അല്ലെ? അതുവരെ FMCG പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ കിസോളിന്റെ പ്രൊഡക്റ്റുകൾ കൊടുത്തിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ കൂടി വന്നെങ്കിൽ ഒരു 5 വുമൺ ടാബ്ലറ്റ് 10 എണ്ണമാണ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 5 എണ്ണം അല്ലെങ്കിൽ 2 3 എണ്ണമാണ് ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. പക്ഷെ നിങ്ങളോട് ഒരു 30-60, നിങ്ങളുടെ കേപ്പബിലിറ്റി അനുസരിച്ചിട്ട് ഒരു 30-60 100 എണ്ണം നിങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചാൽ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഇത് പോകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ആളുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മളുടെ ബന്ധങ്ങൾ വളരുകയുള്ളൂ, നമ്മൾ വളരുകയുള്ളൂ. ബന്ധങ്ങൾ വളരുകയും നമ്മൾ വളരുകയും നമ്മുടെ ടീമിലേക്ക് ആളുകൾ വരണമെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് കമ്പനി തരുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ആ വളർച്ച നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ ഇന്ന് FMCG പ്രോഡക്റ്റ് കൊടുക്കും, നമ്മള് കുഞ്ഞമ്മയ്ക്കും വല്യമ്മയ്ക്കും അയൽവക്കാർക്കും മറ്റുള്ള ആളുകൾക്കാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഈ 30 വുമൺ ടാബ്ലറ്റ് കൊടുക്കാനായിട്ട് 60 പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ് നമ്മുടെ നമ്മുടെ ആളുകളിലേക്ക് കൂടുതൽ കടക്കുമ്പോഴാണ് നമ്മുടെ ബിസിനസ് ഒന്ന് ഡെവലപ്മെന്റ് ചെയ്യും. അങ്ങനെ ഡെവലപ്മെന്റ് ചെയ്യുമ്പോഴാണ് ആളുകൾ നമ്മുടെ ഇതിലേക്ക് വരികയും ബിസിനസ് ചെയ്യാനും ഇത് അസോസിയേറ്റഡ് ബയറായിട്ട്, കസ്റ്റമറായിട്ട് നമുക്ക് ആളുകൾ കിട്ടുന്നുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ബിസിനസ് വളരും, നമ്മുടെ താഴേക്ക് ജോയിനിങ് കാര്യങ്ങളൊക്കെ വളരും. ഇത് വളരെ കണ്ണിങ് ആയിട്ട് നമുക്ക് ഈ അച്ചീവ്മെന്റ് നേടുന്നതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങളും കൂടി നടക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് വെച്ചടി ഈ മാസം തുടങ്ങി പിടിച്ചാൽ അടുത്ത സെപ്റ്റംബർ ആകുമ്പോഴേക്കും നമ്മുടെ ബിസിനസ്, നമ്മുടെ പിൻ ലെവലുകൾ മാറി മറിയുന്ന രീതിയിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കും.
അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ടാർഗറ്റുകൾ കമ്പനി തരുന്നത്, ഓഫറുകളും കമ്പനി തരുന്നത്. അത് ഏറ്റെടുക്കണമെങ്കിൽ നമുക്ക് കറേജ്, ധൈര്യം വേണം. ധൈര്യം ഉണ്ടായാൽ മതി, ബാക്കിയെല്ലാം തന്നെ എന്നുള്ളതാണ്. ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച് നമ്മൾ ഇറങ്ങി തിരിച്ചു ആ കാര്യം നടന്നിരിക്കും. അതിനുവേണ്ടി നമുക്ക് ധൈര്യത്തിന്റെ പിൻബലത്തിലാണ് ഇത് നടക്കുള്ളൂ. അപ്പൊ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നാൽ, ആളുകൾ പുച്ഛിക്കുന്നു കളിയാക്കുന്നു നമ്മൾ നോക്കിയിരുന്നാൽ, ആളുകൾ എന്ത് വിചാരിക്കും എന്ന് തീരുമാനിച്ച് നമ്മൾ നോക്കിയിരുന്നാൽ ഈ ബിസിനസ്സിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് ചങ്കുറ്റം വേണം എന്ന് പറയുന്നതിന്റെ കാര്യം. അപ്പൊ ചങ്കുറ്റം, ധൈര്യം വേണം എന്ന് പറയുന്നത്. ആ ധൈര്യം നമ്മൾ പ്രകടിപ്പിച്ചാൽ, ആ ചങ്കുറ്റത്തോട് കൂടിയിട്ട് നമുക്ക് പ്രവർത്തിച്ചാൽ നമുക്ക് വരുമാനം തന്നെത്താൻ വരും. വരുമാനത്തിലേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. വരുമാനത്തിലേക്കല്ല, റിസൾട്ടിലേക്കല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ കാര്യത്തിലേക്കായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. റിസൾട്ടിലേക്ക് നോക്കി നിന്ന് കഴിഞ്ഞാൽ, അടിയിൽ പീരി വരുന്നത് നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വരില്ല. അതേസമയം എങ്ങനെയാണ് പ്രോസസ്സിലേക്ക് നോക്കിയിരിക്കുക, പ്രോസസ്സിലേക്ക് നോക്കിയിരുന്നാൽ ഉള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് നമുക്ക് ബിസിനസ് തന്നെത്താൻ വരും, കാശ് നമ്മുടെ അക്കൗണ്ടിൽ തന്നെത്താൻ വരും. അപ്പോ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിലേക്ക് നമ്മുടെ ഈ ബിസിനസ്സിനെ ഏതൊരു ചെറിയൊരാളിനും നമുക്കറിയാം, ഈ ബിസിനസ് കോടികളോ ലക്ഷങ്ങളോ ചെലവഴിച്ചു കൊണ്ടുണ്ടാക്കിയെടുക്കുന്ന ഒരു ബിസിനസ് അല്ല. നമ്മൾക്കൊരു 10 പൈസ ചെലവില്ലാതെ, മുതൽ മുടക്കില്ലാതെ, നമ്മളെ മാത്രം ഡെവലപ്മെന്റ് ചെയ്തുണ്ടാക്കിയെടുക്കുന്ന ആ സ്കില്ല് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബിസിനസ്സാണ് ആർസി ബിസിനസ്. തീർച്ചയായിട്ടും നമ്മൾ ലക്ഷങ്ങളോ കോടികളോ ഒന്നും മുടക്കാതെ ഉണ്ടാക്കിയെടുക്കുന്നത് ഏതൊരു സാധാരണക്കാരന് വിജയിക്കാമെന്നുള്ള ഒരു ബിസിനസ്സാണ്. ആ രീതിയിലാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. TC ചാബ്രാജി എന്ന് പറയുന്ന ആളുടെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു സ്വാശ്രയത്വമാണ്. എല്ലാവർക്കും സാമ്പത്തികപരമായിട്ടും എല്ലാവർക്കും അറിവും എല്ലാവരുടെ ആരോഗ്യത്തിനും വരുന്ന മെച്ചപ്പാടാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ചുള്ള ആ രീതിയിലാണ് ഇതിന്റെ ബിസിനസിന്റെ സ്ട്രക്ചർ. അതായത് ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു പക്ക ബിസിനസ്സാണ്. ലോകത്തിലെ ഒരു ഭരണാധികാരി പോലും ചെയ്യാത്ത ഒരു ബിസിനസ്സുകാർ. കാരണം ഏതൊരു ലോകത്തെ ഭരണാധികാരികൾക്ക് ആഗ്രഹമുണ്ട് എന്ത്, താഴെ ഇപ്പൊ ഗാന്ധിജിയുടെ സ്വപ്നം എന്തായിരുന്നു, ഗ്രാമങ്ങളിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ സാമ്പത്തികമായി ഉയർത്തണം എന്നാണ് അദ്ദേഹത്തിന്റെ, അതാണ് സ്വരാജ് എന്ന് പറയുന്നത്. അപ്പൊ ആ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സിസ്റ്റം കൊണ്ടുവരുന്നത് ആരാണ്? നമ്മുടെ TC ചാബ്രാജിയാണ്. അതാണ് അദ്ദേഹത്തിന് സെക്കൻഡ് ഗാന്ധി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം. ഓരോ സാധാരണക്കാരനും ഇന്ന് പച്ച പിടിക്കാനായിട്ട് ഈ ബിസിനസ്സിലൂടെ ഇന്ന് കോടീശ്വരന്മാരാകാൻ നിങ്ങൾക്ക് ജീവിതത്തെ, ഇനി കോടീശ്വരന്മാരാകാൻ പറ്റില്ലേ? നിങ്ങൾ നമ്മുടെ ലീഡർമാർ പറയുന്നത് ഒരു 3 മുതൽ 5 വർഷം വരെ നിങ്ങൾ ഇതിലൊന്ന് പിടിച്ചു നിൽക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇതിൽ നിന്ന് ബിസിനസ്സിൽ നിന്ന് പുറത്തു പോകാതെ പിടിച്ചു നോക്കൂ, നിങ്ങൾക്ക് ജീവിക്കാം. ഒരു 10-50,000 രൂപ കിട്ടുന്ന രീതിയിലെങ്കിലും വളരാനുള്ള എല്ലാ അവസരവും ഇതിലുണ്ടല്ലോ. ആളുകൾ വരുമ്പോഴേക്കും ലക്ഷങ്ങൾ വേണമെന്നോ അല്ലെങ്കിൽ 10,000 വേണമെന്ന ആഗ്രഹത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ ഇതിൽ നിൽക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇതെന്ന് പറയുന്ന ഒരു റെവല്യൂഷനാണ്. റെവല്യൂഷൻ എന്ന് പറയുന്നത് ഒറ്റയടിക്ക് നടക്കുന്ന കാര്യമില്ല. പതുക്കെ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് മാത്രമേ ഒരു പ്രവർത്തനം നടക്കുന്ന കാര്യമാണ്. കാരണം സ്വാശ്രയത്വം എന്ന് പറയുന്നത് ജനങ്ങളുടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരിപാടിയല്ല, പതുക്കെയാണ് നടക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു വലിയൊരു വിഷയം നമ്മളിലേക്ക് ഉണ്ടെങ്കിൽ തന്നെ ഈ ബിസിനസ്സിലെ വളരെ നല്ല രീതിയിലേക്ക് ഉയരാനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയും. അത് കഴിയുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. JRC.